ശരിക്കും അവിടെ ഒരു ആത്മാവുണ്ടോ? ഞാൻ ആ വീട്ടിൽ നിൽക്കാൻ എനിക്കൊപ്പമുള്ള ആരോ സമ്മതിക്കാത്തത് പോലും. എനിക്ക് 100% ഉറപ്പുണ്ട്. രാത്രിയിൽ ഒരു 11 മണി 12 മണി സമയത്ത് ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിലെടുത്തൊരു ഇൻ്റർവ്യൂ. സത്യത്തിൽ ഈ കുട്ടുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനായി ആരോ വിളിച്ചുകൊണ്ട് പോയതുപോലെ പിന്നീട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ചിത്രേ, എനിക്ക് നെഗറ്റീവായിട്ടൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ ആദ്യമായി ഇങ്ങനെ ഒരു പ്രസൻസ് കിട്ടിയപ്പോൾ ഇതിന്നതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഭയം മാത്രമാണ്. എന്നെ ആരും ഭയപ്പെടുത്തി. പാലപ്പൂ മണമുള്ള രാത്രിയിൽ പാലച്ചുവട്ടിൽ പുരുഷനെ കാത്തിരിക്കുന്ന കാമാസക്തിയായ ഞാൻ ഈ ബാക്ക് മീഡിയയിലേക്ക് വന്നത് പിന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് ഈ ആത്മാക്കളും പ്രേതങ്ങളും ഒക്കെ ശരിക്കും ഉണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് രോഹിത്തേട്ടന് എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്. അപ്പൊ ശരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? പുസ്തകം എഴുതുന്നതാണോ? അതല്ല, ഈ ആത്മാക്കൾ പ്രേതങ്ങൾ അങ്ങനെയുള്ള ഈ ആത്മാക്കൾ പ്രേതങ്ങൾ. അപ്പം ചിത്ര ചെറുപ്പകാലത്ത് നമ്മൾ പ്രേതങ്ങളെക്കുറിച്ച് ഒരുപാട് സിനിമകളും കഥകളും ഒക്കെ കേട്ടിട്ടുണ്ട്. പാലപ്പൂ മണമുള്ള രാത്രിയിൽ പാലച്ചുവട്ടിൽ പുരുഷനെ കാത്തിരിക്കുന്ന കാമാസക്തിയായ പ്രേതം. നമ്മൾ പലപ്പോഴും നീലിയുടെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടിട്ടുണ്ട് വളരെ ടെറർ രൂപമുള്ള പ്രേതങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയുള്ള പ്രേതങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള ഉത്തരം. പക്ഷേ ആത്മാവ് എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചിത്രയുടെ ഈ ചോദ്യം എൻ്റെയും ഒരു വർഷം മുമ്പുള്ള സംശയമായിരുന്നു. ഞാനിത് ഒരുപാട് പേരോട് വാദിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പലരുടെ അനുഭവ കഥകൾ കേൾക്കുമ്പോൾ ആത്മാവ് എന്ന് വിളിക്കാൻ കഴിയുന്ന ചില ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ചിത്രയുടെ ഉത്തരം? ഒരു പവർ ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇപ്പുറത്ത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകണം, സ്വാഭാവികമാണത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആത്മാക്കളെ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കാമോ? എല്ലാ ആത്മാക്കളെയും നെഗറ്റീവ് എനർജി എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്ന് പല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ആ പുസ്തകം എന്ന് പറയുന്നത്. പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ചിത്ര ചോദിച്ചൊരു ചോദ്യം, ആത്മാക്കൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ ഉണ്ടോ? പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് എനിക്കിതൊരു മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നോ ഉണ്ടോ എന്നോ ഉത്തരം പറയാൻ ഞാൻ ആളല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആത്മാവ്, അത് ദേഹം നശിച്ച് ദേഹിയായി ഭൂമിയിൽ അലയുന്ന ശക്തികളെ വേണമെങ്കിൽ നമുക്ക് ആത്മാക്കൾ എന്ന് വിളിക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു എനർജി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇപ്പോൾ ചിത്ര എന്ന് പറയുന്ന ഈ ശരീരത്തിൽ ഒരു എനർജി ഉള്ളതുകൊണ്ടാണ്, എന്തോ ഒരു പവർ ഉള്ളതുകൊണ്ടാണ് ചിത്രയ്ക്ക് ചിന്തിക്കാനും നടക്കാനും ഇരിക്കാനും ശ്വസിക്കാനും വായിക്കാനും സംസാരിക്കാനും എന്തിനിങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നത്. ഇതെൻ്റെ അറിവ് പല ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടറിവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെയാണ് ഇപ്പോൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നതും വിശ്വസിക്കുന്നതും. സ്വാഭാവികമായും ഒരു ദിവസം ഈ എനർജി താങ്കളുടെ ശരീരത്തിൽ നിന്ന് പോയാൽ എന്ത് സംഭവിക്കും? ജീവനില്ലാത്ത അവസ്ഥ, ശവമായി മാറും. അപ്പോൾ ആ എനർജി നമ്മളെന്താ സയൻസിൽ പഠിച്ചേക്കുന്നത്? നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്നോ. അപ്പോൾ ആ എനർജിക്ക് എന്ത് സംഭവിക്കും? നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആ എനർജി പ്രപഞ്ചത്തിൽ ഉണ്ടാകാം. പിന്നീട് ആ എനർജി മറ്റൊരു ജീവനായി പുനർജനിക്കുമെന്നൊക്കെ പലരും പറയുന്നു. അതിന് മുന്നോട്ട് വെക്കാൻ തെളിവുകളോ രേഖകളോ ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാക്കള് ഇപ്പോ ആളുകളെ കൊല്ലുന്നതും അല്ലെങ്കിൽ എന്താ പറയാ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആൾക്ക് ഇങ്ങനെ നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്യാൻ പറ്റും അത്ര. അതായത് ഒരു റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബാഡ് സ്മെല്ലായിട്ടും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ട് എന്ന് ആൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആൾ പുറത്തേക്ക് പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളല്ല, പക്ഷെ ആൾക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അതിലെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കഴിവുകളോ? എല്ലാ സ്ഥലങ്ങളിലെയും എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ കഴിവുകൾ ഉണ്ടാകാം, ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ചിത്രയ്ക്കും പറ്റും. എല്ലാ മനുഷ്യനുമാക്കുള്ള കഴിവുണ്ട്. ആ ഒരു തലത്തിലേക്ക് ചിത്ര എത്തിപ്പെടണം എന്ന് മാത്രമാണ്. നോക്കൂ ചിത്രയെ, ഒരു വർഷം മുമ്പ് എന്നോട് ഈ കഥകളൊക്കെ പറയുമ്പോൾ പുച്ഛഭാവത്തിൽ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകൾ അത് നമുക്ക് മുന്നിൽ യഥാർത്ഥ സംഭവങ്ങളായി വരുമ്പോഴാണ് നമ്മളതിനെ വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്ന പുസ്തകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തലയിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതാൻ ആരംഭിച്ചതാണ്. പക്ഷെ ആ വിഷയമേ അല്ല ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. പ്രതിപാദിച്ചു പോകുന്നു എന്ന് മാത്രമാണ്. തിരുവനന്തപുരത്തുള്ള
എല്ലാവർക്കും അറിയാം, ബാക്കിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന് വിളിക്കുന്ന കുട്ടു എന്ന 20 വയസ്സുകാരൻ്റെ ഡോക്ടറാകാൻ ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ഒരു സോൾ പ്രസൻസ് ഉണ്ട് എന്നറിഞ്ഞ് ആ വീട്ടിൽ പോയതും അതിനുശേഷം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ചില ദിവസങ്ങളുമാണ് ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. നമ്മളിതൊന്ന് സംസാരിക്കുമ്പോൾ ആ ബാക്കിലൂടെ വീഡിയോകൾ കണ്ട ഒട്ടനവധി പേർ കുട്ടുവിൻ്റെ പേരൻസുമായി ബന്ധപ്പെടുന്നുണ്ട്. കുട്ടുവിൻ്റെ ശവകുടീരത്തിൽ കുട്ടുവിനെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും സാധിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഗ്രൂപ്പ് വരെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടുവിനെ ഇന്ന് ഒരു മനുഷ്യൻ ആയി അല്ല, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനായല്ല പല ആളുകളും കാണുന്നത്, ശിവൻ്റെ അംശമായി കണ്ട് ആരാധിച്ചു പോകുന്നൊരു സമ്പ്രദായത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനോടൊക്കെ വ്യക്തിപരമായി യോജിപ്പുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കാരണം ആരംഭിച്ചൊരു സംഭവം എന്നിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയ മറ്റു പല ചാനലുകാരും, ശരിക്കും അവിടെ ഒരു ആത്മാവുണ്ടോ? മറ്റു പല ചാനലുകാരും അതിൻ്റെ ഉത്തരം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അതിലേക്ക് വരാം. മറ്റു പല ചാനലുകാരും ആ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ബാക്ക് മീഡിയയിലൂടെ നമ്മൾ ചെയ്ത വീഡിയോയിലൂടെ ആ ആത്മാവിനെ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ, ആ ഒരു പോസിറ്റീവ് എനർജിയാണ്, അത് നെഗറ്റീവ് എനർജി അല്ല. കാരണം അത് ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, നല്ല കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ഓർമ്മകൾ, അവൻ്റെ എനർജി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പുസ്തകത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യമുണ്ട്. അതായത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്. ഞാൻ അവിടെ പോയ സമയത്ത് കുട്ടുവിൻ്റെ അനിയനെ കണ്ടപ്പോൾ, തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, അവൻ്റെ ജീവിതം എങ്ങനെയാകുമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് എൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയത്. ഒരിക്കലും ആ വീട്ടിൽ ആരും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരു എനർജിയോ സോളോ ഒന്നും അല്ല അവിടെയുള്ളത്. കാരണം പുസ്തകത്തിലുള്ളത് സസ്പെൻസാണ്, അതവിടെ നിൽക്കട്ടെ, പുസ്തകം വായിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകും. അതിൻ്റെ ഉത്തരം കുട്ടുവിൻ്റെ അച്ഛൻ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കാരണം ശ്രീനിവാസ പൈ സാർ ആ വീട്ടിൽ പോയി നമ്മുടെ വീഡിയോ കണ്ടിട്ട്, ജോർജ് മാത്യു സാർ, അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാർ ഞാനും കൂടി ആ വീട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന സൈക്കിക് മീഡിയമായിട്ടുള്ള പ്രൊഫസർ സുജിത് സാർ അവിടെ പോയിരുന്നു. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസുകൾ ഞാൻ കേട്ടു. കുട്ടുവിൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം തന്നു. പക്ഷേ അവൻ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവൻ്റെ ഐഡിയയിൽ നിന്ന് ആരോ പബ്ജി കളിക്കുന്നുണ്ട് ഇപ്പോഴും. കുട്ടുവിന് പബ്ജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് 2 ദിവസം മുമ്പാണ് കുട്ടുവിൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞത്, കുട്ടുവിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ, അച്ഛനിടുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകൾ കുട്ടുവിൻ്റെ നമ്പറിൽ നിന്ന് ആരോ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാനപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യൂ, ഫോൺ അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തൂ, ആ നമ്പർ റീചാർജ് ചെയ്ത് വെക്കൂ. കാരണം ആ നമ്പർ വേണമെങ്കിൽ മറ്റാരെങ്കിലും എടുക്കാമല്ലോ, ഉപയോഗിക്കാത്ത നമ്പറാകുമ്പോൾ. അദ്ദേഹം അത് റീചാർജ് ചെയ്ത് വെച്ചിട്ടും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ആ വീട്ടിലൊരു മുറിയിൽ സദാസമയവും ഫാൻ കറങ്ങും. ചിത്ര പുതിയ ആളായിട്ടാണ് എനിക്ക് കഥ പറഞ്ഞിരുന്നത്. അബാക്കിൻ്റെ പ്രേക്ഷകർക്ക് ഇത് പുതിയ കഥയല്ല. എപ്പോഴും പാട്ടുകൾ മുഴങ്ങും, അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങും. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് അവർ ആ വീട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിത്രയുടെ ഒരു സുഹൃത്തിന് സോൾ പ്രസൻസ് അറിയാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ, എനർജി പ്രസൻസ് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. എനിക്ക് ആദ്യമായിട്ട് ഈ പ്രസൻസ് ആണ് എന്ന് ഫീൽ ചെയ്ത ഇടമാണത്. അതിനു മുമ്പ് എനിക്ക് ആ അനുഭവം ഉണ്ട്. അതായത് ഒരു റൂമിൽ കയറിയപ്പോൾ എന്താ മാറ്റം ഫീൽ ചെയ്തത്? ഞാൻ കഥ ഒരുപാട് പറഞ്ഞതാണ്. ചിത്രം ബോറാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. ചിത്രം ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഈ മരണം നടന്ന വീടാണെന്ന് അറിഞ്ഞിട്ടല്ല. ഞാനൊരു 3-4 സ്റ്റോറികൾ അന്ന് പ്ലാൻ ചെയ്തു. ഞാനൊരു ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് പോയതാണ് ടീമായിട്ട്. എനിക്ക് കുറേ സാധനങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. സത്യത്തിൽ ഈ കുട്ടുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനായി ആരോ വിളിച്ചുകൊണ്ട് പോയതുപോലെ പിന്നീട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. ഞങ്ങൾ ഒരു ഷൂട്ട് കഴിഞ്ഞ് 2ാമത്തെ ഷൂട്ടും കഴിഞ്ഞ് 3ാമത്തെ ഷൂട്ടായിട്ടാണ് ഇവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഫോണിലാണ് എന്തോ ഒരു അത്യാവശ്യം സംസാരിക്കുന്നു. എനിക്ക് മുന്നേ സെൽവനും നമ്മുടെ ക്യാമറ ടീമും ഒക്കെ അവിടെ കയറുന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ആദ്യം പറയുന്ന വാചകം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്നാണ്. അപ്പോൾ ആ അമ്മ ഇളയ മോനോട് പറഞ്ഞു, ചേട്ടൻ്റെ റൂം തുറന്നു കൊടുക്കൂ. അവൻ ആ റൂമിൽ കൊട്ടി ചേട്ടാ എന്ന് വിളിച്ചിട്ട് തുറന്നു. ഞാൻ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരു യാത്രക്കിടയിൽ ബാത്റൂമിൽ പോകാൻ തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ? എത്രയും പെട്ടെന്ന് ആ കാര്യം സാധിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ആ റൂമിലേക്ക് കയറിയത്. ഞാനൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാൻ ആ വാഷ്റൂമിൽ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലായിക, എന്തോ ഒരു ഏകാന്തത. ബാത്റൂമിലെ കയ്യിൽ ഫോണുണ്ട്, വേണമെങ്കിൽ നോക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്തോ സംതിങ് അവിടെ ഒരു പ്രശ്നം തോന്നിയിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സെൽവൻ പറഞ്ഞ കഥ വരികയാണ്. എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പയ്യൻ
ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങിയ ഒരു ദിവസം രാവിലെ കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിൽ എത്തിച്ചു, മരണപ്പെട്ടു. അവൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബം തിരുവനന്തപുരത്തുണ്ട്. ആ വീഡിയോ എടുക്കാൻ നമുക്കിന്ന് പോകണം എന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ആ വീട്ടിലാണ്, ആ ബാത്റൂമിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവുണ്ട്. സ്വാഭാവികമായും ചിത്ര നേരത്തെ പറഞ്ഞതുപോലെയുള്ള പേടി, ഭയം, അതൊക്കെയാണ്. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി ഈ കഥകളൊക്കെ കേട്ടു. അമ്മയോട് കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു എന്താണ്, മകൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന ഒരമ്മയുടെ മാനസികാവസ്ഥയായിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. അത് മുകളിൽ പോയി, റൂമിൽ പോയി അമ്മ ഇതെല്ലാം പരിചയപ്പെടുത്തി തന്നു. വീണ്ടും താഴെ വന്നിട്ട് ഞാൻ ഒന്നുകൂടി ആ റൂമിലേക്ക് പോകണം, എനിക്കൊരു ഇൻട്രൊഡക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും ക്യാമറാമാൻ രോഹിത്തും നമ്മുടെ എഡിറ്റർ അരുണും കൂടിയാണ് ആ റൂമിലേക്ക് കയറി പോകുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് ഇത്ര സോൾ പ്രസൻസ് അറിയാൻ കഴിയുന്നത് പല മാർഗ്ഗങ്ങളിലൂടെയാണ് എന്ന് പലപ്പോഴും ജോർജ് മാത്യു സാർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വൈബ്രേഷനാണ്, രണ്ട് സ്മെല്ലാണ്. ഞാൻ ആ റൂമിൽ നിൽക്കുമ്പോൾ ഇത് രണ്ടും എനിക്കുണ്ടായി എന്നുള്ളതാണ്. നല്ലൊരു സുഗന്ധം എന്നെ കടന്നുപോയി, അതെന്നെ അസ്വസ്ഥപ്പെടുത്തി, എൻ്റെ ശ്വാസം മുട്ടിച്ചു. എനിക്കൊപ്പം തന്നെ അരുണിനും ശ്വാസം മുട്ടി. അരുണ് ക്യാമറ താഴെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എത്രയും പെട്ടെന്ന് അതോട് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഞാനത് പൂർണ്ണമായി സംസാരിക്കുന്നില്ല. ഞാൻ വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കിത് കേൾക്കുമ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്രയും പെട്ടെന്ന് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഓടി. ബാക്കി കഥകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിശദമായി ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടത്തിലാണ്. ഇത് എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങോട്ടൊക്കെയോ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കും. എന്താണോ ഞാൻ അവസാനിപ്പിക്കുമെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണോ ആ പുസ്തകം എഴുതുന്നത്, ആ കാരണം അതിനെ അവിടെ അവസാനിപ്പിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല ചിത്രേ. ഇപ്പോൾ കുട്ടുവിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. അവിടെയാണ് കൃത്യമായി എനിക്ക് കൃത്യമായൊരു പ്രസൻസ് ഇങ്ങനെ ഉണ്ട് എന്നെനിക്ക് കിട്ടുന്ന ഒരിടം. ഇതിനു മുമ്പ് ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിൽ രാത്രി കാലങ്ങളിലൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ പല ഇങ്ങനെ, അപ്പോൾ അന്നർക്കൊന്നും ഇതിനെപ്പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പല സംഭവങ്ങളാണ്, പ്രേതം വന്നെയാണോ, ആത്മാവ് വന്നെയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അതിനെ തട്ടി കളയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, രാത്രിയിൽ ഒരു 11 മണി 12 മണി സമയത്ത് ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിലെടുത്തൊരു ഇൻ്റർവ്യൂ, അത് ഞങ്ങൾ ക്രൂ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നതെന്ന് പിന്നീടുള്ള ചിന്തകളിൽ എനിക്ക് കൃത്യമായി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെയോ അവിടേക്കെയോ അതിനുശേഷം ഞാനില്ലാതെ അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ ക്രൂ നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശില്പ എടുത്ത ഇൻ്റർവ്യൂവിൽ ശില്പ അല്ലെങ്കിൽ രാജേഷ് ഏട്ടൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും അവിടെ പോയിട്ടുള്ള പല ആളുകൾ പറഞ്ഞ എക്സ്പീരിയൻസുകളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ കഥ പറഞ്ഞതും ജോർജ് മാത്യു സാറുമായി ഞാൻ ആ വീട്ടിൽ പോയതും. പക്ഷേ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് എന്തെങ്കിലും, സാറിന് ഇല്ല, ഒരു സൈക്കിക് മീഡിയത്തെ വെച്ച് നമുക്ക് സംസാരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷേ അവിടെ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ചിത്രേ. എനിക്ക് നെഗറ്റീവായിട്ടൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ ആദ്യമായി ഇങ്ങനെ ഒരു പ്രസൻസ് കിട്ടിയപ്പോൾ ഇത് ഇന്നതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഭയം മാത്രമാണ്. എന്നെ ആരും ഭയപ്പെടുത്തിയിട്ടില്ല. ഭൂമിയിൽ ദേഹം വിട്ടൊഴിയുന്ന ദേഹികൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആരെങ്കിലും ഒരു മീഡിയമാക്കി അവർ പറയും. കുട്ടു കൃത്യമായി കുട്ടുവിൻ്റെ അച്ഛനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. പല കാര്യങ്ങൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് അച്ഛനോട് സംസാരിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും അങ്ങനെ വന്നിട്ടുമുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പറയാം പിന്നീട്. ആ യാത്ര, തിരുവനന്തപുരത്തെ യാത്ര അവസാനിപ്പിച്ച് തിരികെ വരുമ്പോൾ സ്ഥിരമായി എന്നെ 2-3 തവണ വിളിച്ചിട്ടുള്ള ഒരാൾ വിളിക്കുന്നു. എന്നോട് പറയുകയാണ്, കോട്ടയം ജില്ലയിൽ, ഞാൻ സ്ഥലം പറയുന്നില്ല, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരാളുണ്ട്, ആഭിചാര കർമ്മങ്ങളാണ്. അഭിചാര കർമ്മങ്ങൾ അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരെ സാധാരണഗതിയിൽ എൻ്റെ തിരുവനന്തപുരത്തു നിന്നുള്ള യാത്ര MC റോഡ് വഴിയാണെങ്കിൽ ഞാൻ കൊട്ടാരക്കര വീട്ടിൽ കയറി അന്ന് അവിടെ തങ്ങിയിട്ടാണ് വരിക. അന്ന് ഞാൻ നേരെ പോകാൻ തീരുമാനിക്കുക. അമ്മയോട് വിളിച്ചു പോകുമ്പോൾ ഞാൻ വരുന്നില്ല, ഞാൻ എറണാകുളം പോകണം അത്യാവശ്യമായിട്ട്. എന്നാൽ കോട്ടയത്ത് ഈ വീട്ടിൽ ഞാൻ പോയി. അവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇദ്ദേഹത്തെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് കാണാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് രാത്രിയിലാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ എനിക്കത് കംഫർട്ടബിൾ ടൈമാണ്. സമയം ഏതാണ്ട് 11 മണി കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഒരുപാട് വാഹനങ്ങൾ അപ്പോഴും ആ സമയത്ത് ഇദ്ദേഹത്തെ കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് രാത്രിയിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇന്നാട്ടിലെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാരെ കാണുന്നതിനേക്കാൾ ആളുകൾ ജ്യോത്സ്യന്മാരുടെ അടുത്തും ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. അവിടെ എത്തി. അതുവരെ എൻ്റെ മനസ്സിൽ എന്താണ്, കുട്ടുവിൻ്റെ വീട്ടിലെ 2ാമത്തെ സന്ദർശനം. അന്നാണ് ഞാൻ കുട്ടുവിൻ്റെ അച്ഛനുമായി സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം എനിക്ക് ലഭിച്ചു. പല കാര്യങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലെത്തി.
ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി അവിടെ കയറിയപ്പോൾ മുതൽ മറ്റൊരു സ്മെല്ലാണ്. മേ ബി എനിക്കറിയില്ല അദ്ദേഹം ഇനി അവിടെ വല്ല പുകച്ചതിൻ്റെയോ അല്ലെങ്കിൽ വല്ല ഹോമം നടത്തിയതിൻ്റെയോ ആണോ എന്നൊന്നും എനിക്കറിയില്ല. അവിടെ ആഭിചാര കർമ്മങ്ങൾ നടക്കുന്നൊരു വീടാണ്. പലർക്കും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മറ്റൊന്നാണ്. ഇപ്പോൾ ചിത്രയുടെ ഒരു പ്രശ്നവുമായി ഒരു കർമ്മി എടുത്തു പോയി, അയാൾ നല്ല ആളാണ്, ഇത് ചെയ്ത് ആ കർമ്മം മാറ്റിയിട്ടുണ്ടെങ്കിൽ അയാളിലുള്ള ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അയാൾക്ക് ബാധിക്കപ്പെടും. അദ്ദേഹം അത് മറുകർമ്മം ചെയ്ത് വേണം അത് മാറ്റാൻ. ഇത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, നാട്ടിലെ വിശ്വാസമാണ്. ആ വീട്ടിൽ ആ റൂമിൽ കയറിയപ്പോൾ മുതൽ ആരൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ട് എന്നൊരു തോന്നലാണ്. ശ്വാസം മുട്ടിക്കുക, ഇറിറ്റേറ്റ് ചെയ്യിക്കുക. അതായത് ഞാൻ ആ വീട്ടിൽ നിൽക്കാൻ എനിക്കൊപ്പമുള്ള ആരോ സമ്മതിക്കാത്തതുപോലെ ഒരു തോന്നൽ. എന്താണ് അവിടെ നടക്കുന്നത്? ഇത്തരത്തിലുള്ള ബാധകൾ, എനർജികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിപ്പിക്കുന്ന ഇടമാണ്. അവിടേക്ക് ആർക്ക് വരാൻ പറ്റില്ല? ഗുഡ് സോളിനും വരാൻ പറ്റില്ല, ബാഡ് സോളിനും. അങ്ങനെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിക്കും പോസിറ്റീവ് എനർജിക്കും ഒന്നും അവിടെ പറ്റില്ല. അത് ഒഴിപ്പിച്ചെടുക്കുന്ന സ്ഥലമാണ്. മേ ബി അവിടെ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ചിത്ര ചോദിച്ച ആ ചോദ്യം, അങ്ങനെ ഒരു എനർജി പ്രസൻസ് അറിയാൻ പറ്റുമോ, അതെൻ്റെ രണ്ടാമത്തെ ഉറപ്പിക്കലായിരുന്നു. കാരണം ഞാനന്ന് വിശ്വസിക്കുന്നത് എനിക്കൊപ്പമുള്ള യാത്രയിൽ കുട്ടു എന്ന് പറയുന്ന ആ ഗുഡ് സോൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നിരിക്കാം. മേ ബി അവനായിരിക്കാം എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ആ ഇടത്തേക്ക് പോയിട്ടില്ല. ആ ഷൂട്ട് ചെയ്യാൻ ക്യാൻസൽ ചെയ്തു. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ എസ്കേപ്പായി എന്നുള്ളതാണ്. ഞാൻ ആ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വിശദമായി എഴുതുന്നുണ്ട്. അപ്പോൾ ചിത്രയുടെ ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ ഈ പറച്ചിലുണ്ട്. അതിനുശേഷം ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ പുസ്തകം തീരുന്നത് വരെ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് എന്നെ വിടാതെ ആരോ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ഒരു ഷൂട്ടിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എന്നിലേക്ക് വന്നിട്ടില്ല. എൻ്റെ യാത്രകൾ പലതും മുടങ്ങിയിട്ടുണ്ട്. പുസ്തകം തീരുന്നത് വരെ നീ ഒന്നും ചെയ്യണ്ട എന്ന് മറ്റാരോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ്.